പ്രൊഫസർ ജോസഫ് ആൻ്റണി, ഒരു വശത്ത് സിന്ധു നദിയിലൂടെ ഒന്നുകിൽ ജലം അല്ലെങ്കിൽ ഭാരതീയരുടെ ചോര എന്ന് പറഞ്ഞ ബിലാവൻ ഭൂട്ടോ, സിന്ധു നദീജലം വഴിതിരിച്ചുവിട്ടാൽ ഭാരതത്തെ ആക്രമിക്കുമെന്ന് പറഞ്ഞ പാക് പ്രതിരോധ മന്ത്രി, ആണവായുധം പ്രയോഗിക്കുമെന്ന് പറഞ്ഞ റഷ്യയിലെ പാക് അംബാസിഡർ, മറുവശത്ത് തോക്കെടുത്ത് യുദ്ധത്തിനിറങ്ങുമോ എന്ന ചോദ്യത്തിന് ബാഗെടുത്ത് ഇംഗ്ലണ്ടിലേക്ക് പോകുമെന്ന് പറഞ്ഞ പാകിസ്ഥാൻ MP, പാക് സൈനിക ഉദ്യോഗസ്ഥരുടെ ഭാര്യമാരെ US-ലേക്കും UK-യിലേക്കും മാറ്റാൻ ആലോചിക്കുന്നുവെന്ന വാർത്ത. ഇതിലേതാണ് നിലവിൽ പാകിസ്ഥാൻ്റെ മുഖം? നമ്മൾ പാകിസ്ഥാനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ പാകിസ്ഥാന് രണ്ട് പാകിസ്ഥാനുകളുണ്ട് എന്ന് മനസ്സിലാക്കണം. ഒന്ന്, രാഷ്ട്രീയ നേതാക്കൾ നയിക്കുന്ന അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാകിസ്ഥാൻ എന്ന് പറയുക, രാഷ്ട്രീയ പാകിസ്ഥാൻ. മറ്റൊന്ന് ഒരു മിലിറ്ററൈസ്ഡ് പാകിസ്ഥാൻ, മിലിറ്ററി പാകിസ്ഥാൻ. ഇതാണ് ഈ പാകിസ്ഥാൻ്റെ എപ്പോഴും ഈ പൊളിറ്റിക്കൽ സൈഡ് എപ്പോഴും വളരെ ദുർബലമായിരിക്കും. അതുകൊണ്ട് അതാണ് അവിടുത്തെ രാഷ്ട്രത്തിൻ്റെ DNA, ജനിതക ഘടന അങ്ങനെയാണ്. അതായത് പാകിസ്ഥാൻ എപ്പോഴും നയിക്കപ്പെടുന്നത് ഇറ്റ്സ് എ മിലിറ്ററൈസ്ഡ് സ്റ്റേറ്റ് എന്ന് പറയും. ഇറ്റ്സ് എ വാറിയർ സ്റ്റേറ്റ്, ഇറ്റ്സ് എ റോഗ് സ്റ്റേറ്റ്, ഇറ്റ്സ് എ ഫെയിൽഡ് സ്റ്റേറ്റ്. പൊതുവിൽ ഇത് പാകിസ്ഥാനെ പറയപ്പെടുന്നത് ഇറ്റ്സ് എ ഫെയിൽഡ് സ്റ്റേറ്റാണ്. അതുകൊണ്ടാണ് ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് പലപ്പോഴും അത് റോഗ് സ്റ്റേറ്റായിട്ട് മാറും, തെമ്മാടി രാഷ്ട്രമായിട്ട് മാറും. കേണൽ ഡിന്നിയോടെ പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ പോലെ അൺപ്രഡിക്റ്റബിളാണ്. ഒരു ഫെയിൽഡ് സ്റ്റേറ്റ് അൺപ്രഡിക്റ്റബിൾ സ്റ്റേറ്റാണ്. കാരണം എല്ലാ രംഗത്തും പരാജയപ്പെടുന്ന ഒരു രാഷ്ട്രം എന്ത് ചെയ്യുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. അതാണ് നടക്കുന്നത്. പിന്നെ ഈ പാകിസ്ഥാനുള്ള ഒരു ഫെയിൽഡ് സ്റ്റേറ്റും ഒരു തെമ്മാടി രാഷ്ട്രവും എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അപകടകരമായി മാറുന്നത് ഇത് ഇസ്ലാമിസ്റ്റ് ചിന്തകൾ ആ രാജ്യത്തിലേക്ക് അതിശക്തമായി നൽകുകയും പഠിപ്പിക്കുകയും അതോടൊപ്പം ആ ഇസ്ലാമിസ്റ്റ് ചിന്തകളോടൊപ്പം ഇന്ത്യ വിരുദ്ധതയും അവിടുത്തെ പൊതുസമൂഹത്തിലേക്ക് കൂടി കടത്തിവിടാൻ ശ്രമിക്കുന്നു അവിടുത്തെ സൈന്യം പ്രധാനമായിട്ടും. കാരണം സൈന്യം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ സൈന്യമാണ് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാഷ്ട്രത്തെ നിയന്ത്രിക്കുന്നത്. അപ്പോൾ സൈന്യം ആ രാഷ്ട്രത്തെ നിയന്ത്രിക്കുന്നത് കൊണ്ടാണ് ഈ അയേഷ സിദ്ദിഖ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി, പാകിസ്ഥാൻകാരിയാണ്, അവർ ലണ്ടനിലാണ് താമസിക്കുന്നത്. അവർ മിലിറ്ററി ഇൻകോർപ്പറേറ്റ് എന്നൊരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്. എപ്രകാരമാണ് സൈന്യം പാകിസ്ഥാൻ രാഷ്ട്രത്തെ ഇങ്ങനെ ചൂഴ്ന്നു നിൽക്കുന്നത്, ആ പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ, അതിൻ്റെ രാഷ്ട്രീയത്തെ, അതിൻ്റെ ജനാധിപത്യ വ്യവസ്ഥയെ എങ്ങനെയാണ് തകർത്തുകൊണ്ടിരിക്കുന്നത്, ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ കൃത്യമായി പറയുന്ന ഒരു പുസ്തകമാണത്. അപ്പോൾ അങ്ങനെ അതായത് പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ആകെ സമ്പദ് വ്യവസ്ഥയുടെ 50% പാകിസ്ഥാൻ സേനയാണ് നിയന്ത്രിക്കുന്നത്. വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫൗജി ഫൗണ്ടേഷൻ പോലെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫൗണ്ടേഷനുകളിലൂടെ ജനങ്ങളുമായി ബന്ധപ്പെട്ട അവരുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട മുഴുവൻ രംഗങ്ങളിലെയും നിയന്ത്രിക്കുന്നത് ഇവരുടെ സൈന്യമാണ്. ആ സൈന്യമാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഈ അവിടുത്തെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത്. നമുക്കറിയാം എങ്ങനെയാണ് ഈ അസിം മുനീർ എന്ന് പറയുന്ന ISIയുടെ ചീഫായിരുന്നു, മേധാവിയായിരുന്നു. അതുപോലെ തന്നെ മിലിറ്ററി ഇൻഫർമേഷൻ്റെ ഡയറക്ടർ ജനറലായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം ഈ കരസേനാ മേധാവിയായിട്ട് വന്നത്. അപ്പോൾ ഇങ്ങനെ അതായത് ISI ആണ് ഇന്ത്യയിൽ ഈ ഭീകരന്മാരെ പരിശീലിപ്പിച്ച് ആക്രമണത്തിന് വിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട സ്ഥാപനം. അങ്ങനെയുള്ള സ്ഥാപനത്തിൻ്റെ മേധാവി കരസേനാ മേധാവിയായി വരുമ്പോൾ സ്വാഭാവികമായിട്ടും അയാൾ ഇന്ത്യക്കെതിരായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തും. കാരണം ആക്രമണങ്ങൾ നടത്തിയ ചരിത്രവും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിലാണ് നിൽക്കുന്നത്. അതോടൊപ്പം നമ്മൾ കാണേണ്ട മറ്റൊരു കാര്യം, ഇദ്ദേഹമാണ് ഇപ്പോൾ പാകിസ്ഥാൻ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത്. ആ പാകിസ്ഥാൻ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്നത് എങ്ങനെയാണ് നിയന്ത്രിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ശത്രുവായിരുന്നു ഇമ്രാൻഖാനും ഇദ്ദേഹവും തമ്മിലുള്ള ഈ അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഫലമായിട്ട് തന്നെയാണ് ഇമ്രാൻഖാന് പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടത്. ഇമ്രാൻഖാന് പ്രധാനമന്ത്രി സ്ഥാനം നഷ്ടപ്പെട്ടു എന്ന് മാത്രമല്ല, ഇമ്രാൻഖാന് നിരവധി കേസുകളിൽ അദ്ദേഹത്തിൻ്റെ പുറത്ത് ചാർത്തി ജയിലിലടയ്ക്കുന്നതിന് നേതൃത്വം കൊടുത്തതും ജനറൽ അസിം മുനീറാണ്. അപ്പോൾ അത് മാത്രമല്ല, തുടർന്നുള്ള തെരഞ്ഞെടുപ്പിൽ 2022 നടന്ന തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പാകിസ്ഥാൻ തെഹ്രീക്കെ ഇൻസാഫ് എന്ന് പറയുന്ന ഇമ്രാൻഖാൻ്റെ പാർട്ടിയെ പാർട്ടി നിരോധിച്ചു. ഇപ്പോൾ ഇമ്രാൻഖാൻ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കാൻ സമ്മതിച്ചില്ല. ഇമ്രാൻഖാൻ്റെ കൂടെയുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ തെരഞ്ഞെടുപ്പിൽ നിൽക്കാൻ സമ്മതിച്ചില്ല. എന്ന് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച ഇമ്രാൻഖാൻ്റെ പാർട്ടിക്കാർ ജയിച്ച പലരെയും തോൽപ്പിക്കുക കൂടി ചെയ്തു. അങ്ങനെ ഈ പട്ടാളത്തിൻ്റെ അതിശക്തമായ ഇടപെടൽ ആ തെരഞ്ഞെടുപ്പിൽ പോലും ഉണ്ടായതുകൊണ്ടാണ് ഇമ്രാൻഖാന് പരാജയപ്പെടുകയും ഷഹബാസ് ഷെരീഫ് അധികാരത്തിൽ വരികയും ചെയ്തത്. ഇതിനെ കളിയാക്കിക്കൊണ്ട് ഈ നിരന്തരം പാകിസ്ഥാനിലെ പട്ടാളത്തെക്കുറിച്ചും അടുത്ത തിരഞ്ഞെടുപ്പിനെ കുറിച്ചും പറയുന്ന കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസവും ഞങ്ങളൊരു ചർച്ചയിൽ കേണൽ ഡിന്നി അത് പറയുകയും ചെയ്താണ്. പാകിസ്ഥാൻ
സേന ഒരു യുദ്ധത്തിലും ജയിച്ചിട്ടില്ല, എന്നാൽ അവരൊരു തെരഞ്ഞെടുപ്പിലും പരാജയപ്പെട്ടിട്ടില്ല എന്ന് പറയും. എന്ന് പറഞ്ഞാൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവർ ഇടപെടും, ആ തെരഞ്ഞെടുപ്പിൽ അവരെന്താണോ ഉദ്ദേശിക്കുന്നത് ആ കൂട്ടരെ അവർ ജയിപ്പിച്ച് അധികാരത്തിൽ കൊണ്ടുവരികയും ചെയ്യും. അങ്ങനെ ഈ പാകിസ്ഥാൻ സേനയുടെ സഹായത്തോടു കൂടി അധികാരത്തിൽ വന്നാണ് ഷഹബാസ് ഷെരീഫ്. അത് ഒരു സഖ്യകക്ഷി ഗവൺമെൻറ്റാണ്. ബിലാവൽ ഭൂട്ടോ, അതായത് സിന്ധു നദിയിലൂടെ ഞങ്ങൾ വെള്ളം തന്നില്ലെങ്കിൽ നിങ്ങളുടെ രക്തമൊഴുക്കും എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള പ്രൊവോക്കേറ്റീവായിട്ടുള്ള വാസൊരു അർത്ഥവുമില്ല. കാരണം അദ്ദേഹം നമുക്കറിയാം പാർലമെൻറ്റിൽ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്നത് ലർക്കാന എന്ന് പറയുന്ന മണ്ഡലത്തെയാണ്. ലർക്കാന എന്ന മണ്ഡലത്തിൻ്റെ പ്രത്യേകത നമുക്കറിയാം, സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ പ്രധാന ഉറവിടമായ മോഹൻജദാരോ സ്ഥിതി ചെയ്യുന്ന ലർക്കാനയിലാണ്. സിന്ധു നദി ഒഴുകുന്ന അതുകൂടെയാണ്. അപ്പോൾ അതുമായിട്ടുള്ള അദ്ദേഹത്തിന് അറ്റാച്ച്മെൻ്റൊക്കെ ഉണ്ടാവാം. പക്ഷേ അദ്ദേഹം പറയുന്നത് അങ്ങനെ പറയുന്നതിൽ ഈ ബിലാവൽ ഭൂട്ടോ അങ്ങനെ പറയുന്നതിൽ അതിശോക്തി കണ്ട കാര്യമില്ല. അദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ ബുനാസിർ ഭൂട്ടോയുടെ അച്ഛൻ സുൽഫിക്കർ അലി ഭൂട്ടോ പറഞ്ഞു, ഞങ്ങൾ 1000 വർഷം പുല്ല് തിന്നാലും ഞങ്ങൾ ആണവായുധം നിർമ്മിക്കുമെന്ന് പറഞ്ഞ ആളിൻ്റെ ചെറുമകനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങനെ പറയുന്നതിൽ നമുക്ക് അതിശക്തിയില്ല. അതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയക്കാരും ഞങ്ങളുടെ കയ്യിൽ ന്യൂക്ലിയർ ആയുധമുണ്ട്, ഞങ്ങൾ തിരിച്ചടിക്കും പിടിക്കുമെന്നൊക്കെ രാഷ്ട്രീയ നേതൃത്വം പറയുന്നത് അവർക്ക് വാസ്തവത്തിൽ ഈ പാകിസ്ഥാനിൽ എന്താണ് നടക്കുന്നതിനെ സംബന്ധിച്ച് യാതൊരു ധാരണയുമില്ല. അവരിങ്ങനെ അസിം മുനീർ എന്ന് പറയുന്ന ജനറലിൻ്റെ ഔദാര്യത്തിൽ ഇരിക്കുകയാണ്, ഈ അധികാരത്തിൽ ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ട്. അതുകൊണ്ടാണ് പറയുന്നത് അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമ്മൾ സാധാരണഗതിയിൽ ജനാധിപത്യത്തെക്കുറിച്ച് എബ്രഹാം ലിങ്കൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു നിർവചനമുണ്ട്, ഗവൺമെൻറ് ഓഫ് ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ ആൻഡ് ഫോർ ദ പീപ്പിൾ. പാകിസ്ഥാനെ നമുക്ക് നിർവചിക്കാൻ കഴിയുന്നത് ഗവൺമെൻറ് ഓഫ് ദ മിലിറ്ററി, ബൈ ദ മിലിറ്ററി ആൻഡ് ഫോർ ദ മിലിറ്ററി. എല്ലാം മിലിറ്ററിക്ക് വേണ്ടി നിൽക്കുന്ന ഒരു രാഷ്ട്രമായി പാകിസ്ഥാൻ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മിലിറ്ററിക്ക് എന്താണ് നമ്മൾക്കറിയാം, നമ്മൾ മിലിറ്ററി പോലും എടുത്താൽ പോലും പർവേസ് മുഷറഫോ കയാനിയോ അല്ലെങ്കിൽ ബജ്വായോ പോലെയുള്ള ആളുകൾ നമ്മളോട് ശത്രുതയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഈ രാജ്യത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാമെന്ന് ഇപ്പോൾ ഒരു പരിധിവരെ ആലോചിച്ചിരുന്നു എന്ന് പറയും. എന്നാൽ ഇദ്ദേഹത്തിനെ സംബന്ധിച്ച് വാസ്തവത്തിൽ ഇദ്ദേഹത്തിന് ഇപ്പോൾ നവംബറിൽ അദ്ദേഹത്തിൻ്റെ കാലാവധി തീരുമ്പോൾ അത് പുതുക്കാനും വേറൊരു പർവേസ് മുഷാറഫായിട്ട് 10-20 വർഷം കൂടി അധികാരത്തിലിരിക്കുക എന്ന് പറയുന്ന അജണ്ട കൂടിയുണ്ട്. ആ അജണ്ട അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇപ്പോൾ തന്നെ ഈ സേനയോട് അതിശക്തമായ വിരോധം പാകിസ്ഥാനിൽ അതിശക്തമാണ്. അത് ഇമ്രാൻഖാനുമായി വേണ്ടിയിട്ടുള്ള തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടു, അതിപ്പോൾ ബലൂചിസ്ഥാനിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, ഖൈബർ പഖ്തൂൺഖ്വയിൽ കണ്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ പാകിസ്ഥാൻ തെഹ്രീക്കെ താലിബാൻ എന്ന് പറയുന്ന സംഘടന, താലിബാൻ്റെ അനുബന്ധ സംഘടന പാകിസ്ഥാനിൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇവർ പറഞ്ഞത് ഞങ്ങൾ അഫ്ഗാനിസ്ഥാനും ഞങ്ങളും ചേർന്ന് ഇവിടെ വലിയ പ്രശ്നങ്ങളുണ്ടാക്കുമെന്ന് പറഞ്ഞെങ്കിൽ അഫ്ഗാനിസ്ഥാൻ, താലിബാൻ നയിക്കുന്ന അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ ആക്രമണം നടക്കുന്നു, പാകിസ്ഥാനും ഇറാനും തമ്മിൽ ആക്രമണം നടക്കുന്നു. എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്ത് ഒറ്റപ്പെട്ട് കഴിഞ്ഞു പാകിസ്ഥാൻ. രാഷ്ട്രീയമായും സൈനികമായും സാമ്പത്തികമായും ദുർബലമായിരിക്കുന്നു പാകിസ്ഥാൻ. അങ്ങനെയുള്ള പാകിസ്ഥാൻ ഈ ജനത ഈ പറഞ്ഞ സാമ്പത്തിക കാര്യങ്ങൾ മൂലം, സാമൂഹ്യമായ കാര്യങ്ങൾ മൂലം ജനങ്ങൾക്ക് വിദ്യാഭ്യാസമില്ല, തൊഴിലില്ല, ഭക്ഷണമില്ല. അങ്ങനെയുള്ള അവസ്ഥയിൽ ഇതിന് ഉത്തരവാദി സൈന്യമാണ് എന്ന് ഈ ജാഫർ എക്സ്പ്രസിൻ്റെ തട്ടിക്കൊണ്ടുപോകലും കൊലപാതകത്തിലൂടെ ആളുകൾ കാണുകയും അതിലൂടെ ഈ പട്ടാളത്തെ ജനങ്ങൾ എതിർക്കാൻ തുടങ്ങുകയും അല്ലെങ്കിൽ വെറുക്കാൻ തുടങ്ങുകയും ചെയ്തപ്പോൾ ഇനി ഈ പട്ടാളത്തിന് ജനങ്ങളുടെ പിന്തുണ ആർജിക്കാനുള്ള എന്ത് മാർഗമാണുള്ളത്? അതിന് ഒരേ ഒരു മാർഗമേ ഉള്ളൂ, കാശ്മീരിൽ ആക്രമണം നടത്തുക, ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തുക.